വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ബൈ F.W. ടൈലർ. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ 1856-1915 1856-1915 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിരുന്നു. US നാഷണാലിറ്റി. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന വ്യക്തിയാണ് F.W. ടൈലർ. F.W. Taylor was the first person who recognized and emphasized the need for adopting a scientific approach in management. മാനേജ്മെന്റ് പ്രാക്ടീസസിൽ സയന്റിഫിക് അപ്രോച്ച്, സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡീസും മെത്തേഡ്സ് ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക എന്ന ഒരു മാർഗം ആദ്യമായി റെക്കഗ്നൈസ് ചെയ്തതും അത്തരത്തിലുള്ള ഒരു ടെക്നിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് F.W. ടൈലർ. സോ ടൈലർ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ്, ശാസ്ത്രീയ മാനേജ്മെന്റ് പിതാവ് എന്ന് അതുകൊണ്ട് തന്നെ F.W. ടൈലറിനെ നമ്മൾ വിളിക്കുന്നു, അല്ലെ? മോഡേൺ മാനേജ്മെന്റ് പിതാവാണ് ഹെൻറി ഫയറിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അടുത്ത പോർഷൻ ഇതാണ്. F.W. ടൈലർ മുന്നോട്ട് വയ്ക്കുന്ന സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. F.W. ടൈലറിന്റെ ഏറ്റവും പ്രശസ്തമായ എഴുത്താണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന പുസ്തകം. 1911 കാലഘട്ടത്തിൽ അമേരിക്കയിലെ ഒരു മാഗസിനിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച തുടർ ലേഖനങ്ങളായിരുന്നു ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നത്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രചന എന്നുള്ള നിലയിൽ പുസ്തകമായി തന്നെ ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ബൈ F.W. ടൈലർ. Then scientific management. Scientific management means the application of scientific method of study and analysis to the problems of management. മാനേജ്മെന്റ് പ്രാക്ടീസസിൽ സയന്റിഫിക് സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ചസ്, അതിലൂടെയുള്ള ടെക്നിക്സ്, മെത്തേഡ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ സയന്റിഫിക് ടെക്നിക്സ്, സയന്റിഫിക് മെത്തേഡ്സ്, സയന്റിഫിക് സ്റ്റഡീസ് മാനേജ്മെന്റ് പ്രാക്ടീസസിൽ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ F.W. ടൈലർ സയന്റിഫിക് മാനേജ്മെന്റിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ: scientific management means knowing exactly what you want men to do and seeing that they do it in the best and cheapest way. What you want men to do, അല്ലെ? നോയിങ് എക്സാക്ട്ലി, ഏറ്റവും കൃത്യമായി അറിയുക, മനസ്സിലാക്കുക. വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഏറ്റവും കൃത്യമായി അറിയുക. അവിടെ യു എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റിനെയാണ്, സുപ്പീരിയേഴ്സിനെയാണ്. അപ്പോൾ മാനേജ്മെന്റിന് ഒരു ധാരണ ഉണ്ടാവണം, എന്താണ് അവർക്ക് കിട്ടേണ്ടത്, എന്താണ് അവർക്ക് വേണ്ടത് എന്നതിന് കൃത്യമായ എക്സാക്റ്റ് ആയിട്ടുള്ള നോളജ് മാനേജ്മെന്റിന് ഉണ്ടാവണം. വാട്ട് യു വാണ്ട് മെൻ ടു ഡു, എന്താണ് മാനേജ്മെന്റിന് കിട്ടേണ്ടത്, മെൻ ടു ഡു. അവിടെ മെൻ എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിനെയാണ്, വർക്കേഴ്സിനെയാണ്, സബോർഡിനേറ്റ്സിനെയാണ്. അപ്പോൾ സബോർഡിനേറ്റ്സിൽ നിന്ന് ഒരു മാനേജർക്ക് എന്താണ് കിട്ടേണ്ടത്, എന്ത് വർക്കാണ് സബോർഡിനേറ്റ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസും വർക്കേഴ്സും എന്ത് വർക്കാണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ മാനേജ്മെന്റിന് ഉണ്ടാവണം, അല്ലെ? വാട്ട് യു വാണ്ട്, വാട്ട് മാനേജ്മെന്റ് വാണ്ട് മെൻ ടു ഡു, എംപ്ലോയീസ് ടു ഡു, ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ആ ഓരോ എംപ്ലോയീസും ഓരോ വർക്കേഴ്സും ഓരോ ഓർഗനൈസേഷനിലെ വർക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച്, ഏറ്റവും ബെസ്റ്റ് മെത്തേഡിലും ഏറ്റവും മിനിമം റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി ഏറ്റവും ചീപ്പസ്റ്റ് വേയിലുമാണ് നടക്കുന്നത് എന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സിസ്റ്റം ഓഫ് മാനേജ്മെന്റിനെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് F.W. ടൈലർ വിളിച്ചത്. F.W. ടൈലർ മുന്നോട്ട് വെച്ച സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഓരോ പ്രിൻസിപ്പിൾസും ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, സയൻസ് നോട്ട് റൂൾ ഓഫ് തം. സയന്റിഫിക് മെത്തേഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, റൂൾ ഓഫ് തം, ട്രഡീഷണൽ മെത്തേഡ്സിനെ അവോയ്ഡ് ചെയ്യുക. According to this principle, Taylor says that each job performed in the organization should be based on scientific inquiry. സയന്റിഫിക് എൻക്വയറീസിന്റെ, സയന്റിഫിക് സ്റ്റഡീസിന്റെ, സിസ്റ്റമാറ്റിക് സ്റ്റഡീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഓർഗനൈസേഷനിലെ ഓരോ ജോബും പെർഫോം ചെയ്യേണ്ടത്. നോട്ട് ഓൺ ഇൻറ്റ്യൂഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഹിറ്റ് ആൻഡ് മിസ് മെത്തേഡ്. മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഇൻറ്റ്യൂഷൻസ്, തോന്നലുകൾ, ചിന്തകൾ, അതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഹിറ്റ് ആൻഡ് മിസ് മെത്തേഡ് പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ, അത്തരത്തിൽ ട്രയൽ നടത്തി മെത്തേഡ്സ് ഓർഗനൈസേഷനിലെ ജോബ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതികൾ, അത്തരത്തിലുള്ള ട്രഡീഷണൽ മെത്തേഡുകൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുകയും സയന്റിഫിക് സിസ്റ്റമാറ്റിക് സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം എന്ന മെത്തേഡ്. ടൈലർ സജസ്റ്റഡ് തിങ്കിങ് ബിഫോർ ഡൂയിങ്, അല്ലെ? തിങ്കിങ് പ്രോസസ്സിന്, ഇന്റലക്ച്വൽ പ്രോസസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ ആക്ടിവിറ്റീസിന് മുമ്പും ഇന്റലക്ച്വൽ പ്രോസസ്, സിസ്റ്റമാറ്റിക് സ്റ്റഡീസിന് പ്രാധാന്യം കൊടുക്കുക. ടൈലർ ബിലീവ്സ് ഇൻ വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ വർക്ക്. ഓരോ വർക്കും ചെയ്യുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് വേ, ബെസ്റ്റ് മെത്തേഡ് കണ്ടെത്തുക എന്നതിനാണ് ടൈലർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ സിസ്റ്റമാറ്റിക് സ്റ്റഡീസിലൂടെ, സയന്റിഫിക് എൻക്വയറിയിലൂടെ, സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ ഓരോ വർക്ക് ചെയ്യുന്നതിനുമുള്ള ഏറ്റവും ബെസ്റ്റ് വേ,
നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആ ബെസ്റ്റ് വേ കണ്ടെത്തുക, ആ ബെസ്റ്റ് വേയിലേക്ക് എത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് സയന്റിഫിക് എൻക്വയറീസ്, സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് വരുന്നത്. അവിടെ ട്രഡീഷണൽ മെത്തേഡ്സിന്, പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്നുണ്ടാവുന്ന ഇൻറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡുകൾക്ക് തീർച്ചയായും പ്രാധാന്യമില്ല. അവയെ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. സയന്റിഫിക് സിസ്റ്റമാറ്റിക് റിസർച്ച് ആൻഡ് സ്റ്റഡീസിലൂടെ, സയന്റിഫിക് എൻക്വയറിയിലൂടെ ഓരോ വർക്ക് ചെയ്യുന്നതിനുമുള്ള ബെസ്റ്റ് വേ, ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ വർക്ക് കണ്ടെത്തുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ് ഒരു കോൺഫ്ലിക്റ്റ്. ഓർഗനൈസേഷനിൽ വളരെ ഹാർമോണിയസ് ആയ എൻവയോൺമെന്റ് ഉണ്ടാവണം, സൗഹാർദ്ദപരമായ എൻവയോൺമെന്റ് ഉണ്ടാവണം. കോൺഫ്ലിക്റ്റുകളും ഡിസ്കോർഡുകളും ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷുഡ് ബി കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെന്റും വർക്കേഴ്സ് തമ്മിൽ കംപ്ലീറ്റ് ഹാർമണി ഉണ്ടാവണം, സൗഹാർദ്ദം ഉണ്ടാവണം. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ആറ്റിറ്റ്യൂഡിൽ, സമീപനത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം. ബോത്ത് ഷുഡ് റിയലൈസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. വർക്കേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും സ്റ്റാഫിന്റെയും ഇമ്പോർട്ടൻസ്, പ്രാധാന്യം മാനേജ്മെന്റ് ഉൾക്കൊള്ളുകയും മാനേജ്മെന്റിന്റെയും ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന്റെയും ഒക്കെ പ്രാധാന്യം വർക്കേഴ്സ് ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലെ, മാനേജ്മെന്റിന്റെയും ഓർഗനൈസേഷന്റെ വളരെ പ്രാധാന്യത്തോടുകൂടി വർക്കേഴ്സ് കണക്കാക്കുകയും വർക്കേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനേജ്മെന്റ് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? അങ്ങനെ പ്രവർത്തിക്കുന്നതിനാണ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലെ, ആ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോൾ അവിടെ ഹാർമണി ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡിനെയാണ് ബോത്ത് ഷുഡ് റിയലൈസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പരസ്പരം മനസ്സിലാക്കുന്നതിനെയാണ് ടൈലർ കാൾഡ് ഇറ്റ് ആസ് മെന്റൽ റെവല്യൂഷൻ. ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ആ ചേഞ്ചിനെ അദ്ദേഹം മെന്റൽ റെവല്യൂഷൻ എന്ന് വിളിച്ചു. അപ്പോൾ പലപ്പോഴും സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. മെന്റൽ റെവല്യൂഷൻ ഈസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ് ഹാർമണി നോട്ട് ഡിസ്കാർഡ് എന്ന പ്രിൻസിപ്പിൾ. അതിന്റെ ബേസ് ആണ് മെന്റൽ റെവല്യൂഷൻ. ഒരു മെന്റൽ റെവല്യൂഷൻ ഉണ്ടാവണം. ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം. ബോത്ത് ഷുഡ് റിയലൈസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ഹാർമണി നോട്ട് ഡിസ്കാർഡ്. നമ്പർ 3, കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അപ്പോൾ ഹാർമണി നോട്ട് ഡിസ്കാർഡ് എന്ന പ്രിൻസിപ്പിളിന്റെ തുടർച്ചയാണ് കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. അല്ലെ, ഇൻഡിവിജ്വലിസം ഉണ്ടാവാതിരിക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ വ്യക്തികളും സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും എല്ലാവരും അവരവരുടെ നിലയിൽ നിന്നുകൊണ്ട് പരസ്പരം മത്സരിക്കാൻ ശ്രമിക്കുക. അവരുടെ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് മത്സരം ഉണ്ടാവാൻ പാടില്ല. കോ ഓപ്പറേഷനാണ് ഉണ്ടാവേണ്ടത്, കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പാടില്ല. അല്ലെ, കോ ഓപ്പറേഷൻ ഉണ്ടാവണം. വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ് മസ്റ്റ് വർക്ക് ഇൻ കോ ഓപ്പറേഷൻ. മാനേജേഴ്സ് ഷുഡ് ടേക്ക് വർക്കേഴ്സ് ഇൻ ടു കോൺഫിഡൻസ്. മാനേജേഴ്സ് തീർച്ചയായും വർക്കേഴ്സിനെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ അഭിപ്രായങ്ങളെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ കഴിവുകളെ വിശ്വാസത്തിലെടുക്കണം. തിങ്കിങ് പ്രോസസ്സിൽ, പ്രോഗ്രാംസും പ്രൊസീജിയറും ഉണ്ടാക്കുന്ന സമയത്ത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവരെ കൂടി പരിഗണിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവരെ വാല്യൂ ചെയ്യുകയും ചെയ്യണം. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഉള്ള വാല്യൂ ചെയ്യുമ്പോൾ, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ, അവരെ പരിഗണിക്കുമ്പോൾ അവരുടെ കോ ഓപ്പറേഷൻ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ വർക്കേഴ്സ് അനാവശ്യമായിട്ടുള്ള അൺനെസസറി സ്ട്രൈക്സ് ആൻഡ് അൺറീസണബിൾ ഡിമാൻഡ് ഒരിക്കലും റൈസ് ചെയ്യാൻ പാടില്ല. അല്ലെ, അനാവശ്യമായ സമരങ്ങളിലേക്കോ അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിക്കുന്നതിലേക്കോ എംപ്ലോയീസ് പോകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും മാനേജേഴ്സ് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പ്രോഗ്രാംസും പ്രൊസീജിയറും ക്രിയേറ്റ് ചെയ്യുമ്പോഴും എംപ്ലോയീസിനെ അവരുടെ വിശ്വാസ്യതയെ ഉൾക്കൊള്ളുകയും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും അനാവശ്യമായ സമരങ്ങളിൽ നിന്നും വർക്കേഴ്സ് പിന്മാറുകയും ചെയ്യും. അപ്പോൾ പരസ്പരം കോൺഫിഡൻസ് ഉണ്ടാവുക, പരസ്പരം വിശ്വാസത്തിൽ വർക്ക് ചെയ്യുക, വിശ്വാസ്യത ഉണ്ടാവുക, പരസ്പരം കോഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. അതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. കോമ്പറ്റീഷൻ ഒഴിവാക്കുക, കോ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടു. നാലാമത്തെ പ്രിൻസിപ്പിൾ, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ പേഴ്സൺസ്, വർക്കേഴ്സ്, എംപ്ലോയീസിൽ നിന്ന് അവരുടെ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി, അവരുടെ ഏറ്റവും മികച്ച പ്രവർത്തനം, ഏറ്റവും മികച്ച റിസൾട്ട് അവരിൽ നിന്ന് ഉണ്ടാക്കുക. അതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഏറ്റവും താഴെ നോക്കുക. ഫോർ ദിസ് ടൈലർ അഡ്വക്കേറ്റഡ് സയന്റിഫിക് മെത്തേഡ് ഓഫ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ്. ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് മുതൽ ട്രെയിനിങ്, ഡെവലപ്മെന്റ് വരെയുള്ള എല്ലാ പ്രോസസ്സിലും സയന്റിഫിക് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അല്ലെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി, ഓർഗനൈസേഷണൽ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. തീർച്ചയായും ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അവിടുത്തെ വർക്കേഴ്സിന്റെ, ഹ്യൂമൻ റിസോഴ്സിന്റെ, ഒഫീഷ്യൽസിന്റെയും വർക്കേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും എല്ലാ എഫിഷ്യൻസിയാണ് ആ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയായി മാറുന്നത്. വർക്കേഴ്സിന്റെ എഫിഷ്യൻസി ഉണ്ടാവുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സെലക്ഷൻ, ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ടാകുമ്പോഴാണ്. ഏറ്റവും ശരിയായ ജോലിക്ക് ഏറ്റവും ശരിയായ വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിലൂടെ വർക്കേഴ്സിന്റെ എഫിഷ്യൻസി ഉയർത്താനായി സാധിക്കും. അപ്പോൾ
സയന്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ് ഉണ്ടാവണം. അതിലൂടെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. എംപ്ലോയീസിന്റെ എഫിഷ്യൻസിയാണ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. അതാണ് 4ാമത്തെ പ്രിൻസിപ്പിളിലൂടെ അദ്ദേഹം പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. അപ്പോൾ 4 പ്രിൻസിപ്പിൾസ് ആണ്. നമ്പർ 1, സയൻസ് നോട്ട് റൂൾ ഓഫ് തം. സയന്റിഫിക് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക, ട്രഡീഷണൽ റൂൾ ഓഫ് തം മെത്തേഡ്സ് അവോയ്ഡ് ചെയ്യുക. സയന്റിഫിക് മെത്തേഡ്സിലൂടെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ വർക്ക് കണ്ടെത്തുക. 2, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. മെന്റൽ റെവല്യൂഷൻ ഉണ്ടാവുക. ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിൽ ചേഞ്ച് ഉണ്ടാവുക, മെന്റൽ റെവല്യൂഷൻ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഹാർമണി ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെയാവും. 3, കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കോ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, അല്ലെ, പരസ്പരം വിശ്വാസത്തിൽ വർക്ക് ചെയ്യുക. കോമ്പറ്റീഷൻസ്, പരസ്പരം മത്സരങ്ങൾ ഉണ്ടാവാതെ സഹകരിച്ച് പ്രവർത്തിക്കുക. 4, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. ഓരോ എംപ്ലോയീസിൽ നിന്നും ഏറ്റവും മികച്ച എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സായി അവർ മാറണമെങ്കിൽ സയന്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ് പ്രൊസീജിയർ ഉണ്ടാവണം, സയന്റിഫിക് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണം. ഇതാണ് 4 പ്രിൻസിപ്പിൾസ്. കൃത്യമായി പഠിക്കുക. അടുത്ത പോർഷൻ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള, കുറച്ചും കൂടി വിശാലമായ പോർഷനാണ്. അപ്പോൾ ഇത് ചെറിയ പോർഷനാണ്. എത്രയും പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കുക.